this ground where we are standing, holding dreams with open hands against the sky. So clear, it's better than we planned it. This rising sun was meant for you and I. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. This truth, these words that we have spoken, giving purpose to the hope that we have found. There's proof in the days that lay before us, finding meaning in these moments playing out. We see it now, the story comes together. Beauty lives in every chapter. We feel it now, nothing could be better. You and me, chasing down forever after. The story comes together. Beauty lives in every chapter. We feel it now, and nothing could be better. You and me, chasing down forever after. Forever after. Chasing down forever after.
Amen.
Amen.
അധ്യായം 2 1 മുതലുള്ള തിരുവചനങ്ങൾ. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹം നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ മണിക്കൂർ ഇനിയും അറിയില്ല. ഈശോയുടെ അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈശോ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുകയും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽപ്പനകൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുകയും എന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന കലവക്കാരനെ അടുത്തുകൊണ്ടിരുവേൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വെള്ളവും അതിഥികൾ കരുതി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. ഇവിടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരീ സഹോദരന്മാരെ, ഒത്തിരി ദൈവാനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഇവരും മരിയും വിവാഹം എന്ന കൂദാശയിലൂടെ ഈശോയുടെ ഒരു കുടുംബത്തിന് രൂപം കൊടുക്കുവാനായിട്ട് ഈ അത്തായുടെ മുമ്പിൽ അവർ വന്നിരിക്കുകയാണ്. ആരംഭിക്കുന്ന വിവാഹ ജീവിതത്തിന് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രണ്ടുപേരും എഴുത്തരായിട്ടാണ് നമ്മുടെ ചെറിയ ലക്ഷണങ്ങൾ തോന്നുന്നത്. ക്യാമറയിൽ എല്ലാ സൈഡിലും നിങ്ങൾ തീർച്ചയായും കുറേ വർഷങ്ങൾ കൂടിയായിരിക്കും ഒരു പക്ഷേ പള്ളിയിൽ ഏറ്റവും ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. സേവനങ്ങളിൽ ഒക്കെ വിളിച്ചുകൊണ്ട് പക്ഷേ പള്ളിയിൽ ആദ്യമായിട്ടിരിക്കുന്നതിൻ്റെ ഒരു പരിഭവം തീർച്ചയായിട്ടും പോകുന്നുണ്ടാവും. സാധിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മൾ കേരളത്തിലെ ഒരു സർക്കാർ ജോലി കിട്ടണമെങ്കിൽ ഈ സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവരുടെ ജോലി നിങ്ങൾ കഴിയില്ലേ? എന്താ സർക്കാർ ജോലി കിട്ടണമെങ്കിൽ അതിന് മിനിമം ക്വാളിഫിക്കേഷൻ, അതിന് തത്തുല്യമായ PSC പരീക്ഷ പാസ്സാണ്. പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മരിയ, നിങ്ങളുടെ വിവാഹം ഈശോ ആഗ്രഹിക്കുന്ന ആ കുടുംബം രൂപം കൊടുക്കണമെങ്കിൽ നിങ്ങൾ പാസ്സാകേണ്ട ഒരു പരീക്ഷയാണ് PSC പരീക്ഷ. നാളെ PSCയുടെ ഗൈഡ് വാങ്ങി പഠിക്കുന്നത് വേണ്ട. ഈ PSC പരീക്ഷ നിങ്ങൾ അങ്ങനെ പാസ്സാകേണ്ടത് പെട്ടെന്ന് മനസ്സിലെന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, ഈ PSCയിലെ P സ്റ്റാൻഡ്സ് ഫോർ പ്രയർ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കേണ്ട ഘടകം എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനാ ജീവിതത്തിന് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മാതൃക നമ്മുടെ കർത്താവായ ഈശോമിശിഹായാണ്. ഈശോയുടെ ജീവിതം എടുക്കുന്ന സുവിശേഷത്തിലൂടെ പോകുമ്പോൾ ഈശോയുടെ ജീവിതം മുഴുവൻ തന്റെ പിതാവുമായുള്ള ഗാഢമായ ഒരു ബന്ധത്തിന്റെ ജീവിതമാണ്. വളരെ പ്രത്യേകിച്ച് ഈശോ തന്റെ ജീവിതത്തിന്റെ എല്ലാ സുപ്രധാന സമയങ്ങളിലും ഈ പിതാവുമായി ഒന്നാകാൻ അവൻ തനിയെ ഒരു വിദൂര സ്ഥലത്തേക്ക് പോയി, അല്ലെങ്കിൽ മലമുകളിലേക്ക് പോയി. അങ്ങനെ സുവിശേഷകർ എഴുതിവെക്കുന്നത് നമുക്കാണ്. മാമോദീസ സ്വീകരിച്ച ഈശോ 40 രാവും 40 പകലും മരുഭൂമിയിൽ പ്രാർത്ഥിക്കുന്നു.
തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അവൻ മലമുകളിലേക്ക് പോയി തനിയെ പ്രാർത്ഥിക്കുന്നത് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഗെത്സമനിൽ തന്റെ പീഡാസഹനത്തിന് തൊട്ടുമുമ്പ് തീവ്ര വേദനയിൽ അവൻ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട വലിയ നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് അത് പ്രാർത്ഥനയാണ്. ഇന്ന് മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതം, ഇതിനെ ബൈബിൾ ഒരു രഹസ്യം നൽകിയിരിക്കുന്നു. രണ്ട് ഹൃദയങ്ങൾ ഒന്നായി ഒരു പുരുഷനും ഒരു സ്ത്രീയും അവരുടെ മാതാപിതാക്കന്മാരെ വിട്ട് അവര് ഇരുവരും ഒന്നാവുകയാണ്. നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ഹൃദയവും നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും എല്ലാം ഈ ദേവാലയത്തിൽ വെച്ച് ഒന്നാവുകയാണ്. ഈ ഒന്നാകണമെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ ഒന്നായി നിൽക്കണമെങ്കിൽ പൊന്നു മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഈ ഒരു പ്രാർത്ഥന ജീവിതമായിരിക്കും. വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഇന്ന് തീർച്ചയായും നിങ്ങൾക്ക് നല്ലത് ഇത് കഴിയുമ്പോൾ നിങ്ങൾ എല്ലാവരും അഭിനന്ദിക്കും. നിങ്ങൾക്ക് സമ്മാനങ്ങൾ കൈമാറും. ഫോട്ടോഗ്രാഫർ നിങ്ങളെ പറ്റുന്നവർക്ക് എല്ലാം കൊണ്ടുപോയി ഫോട്ടോ കൊടുക്കുന്നതാണ് നല്ല കാര്യമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ലേ നിങ്ങൾ ഇഷ്ടം പോലെ ഫോട്ടോയൊക്കെ എടുത്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ തിരക്കിനിടയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ മറന്നു പോകരുത്. പ്രത്യേകിച്ച് ഇന്ന് പൊന്നുമക്കളെ നിങ്ങൾ ജീവിതം ആരംഭിക്കുമ്പോൾ അതിന് ഏറ്റവും ഉദാഹരണമാണ് പഴയ നിയമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ആധുനിക കാലഘട്ടത്തിൻ്റെതായ എല്ലാവിധ പ്രതിസന്ധികളുടെയും പൊന്നുമക്കളെ നിങ്ങൾ കടന്നുപോകും. യാതൊരു സംശയവും പേടിക്കരുത്. പക്ഷേ ഈ പ്രതിസന്ധികളിൽ തളരാതിരിക്കുവാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഈശോമിശിഹായോടുള്ള നിങ്ങളുടെ ആഴമായ ബന്ധം. ഈ ബന്ധം നിങ്ങൾ ഉറപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. അത് നിങ്ങൾ മറന്നു പോകരുതേയല്ല. ഒത്തിരി സ്നേഹത്തോടെ അച്ഛൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും PSC പരീക്ഷയിലെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എസ് സ്റ്റാൻഡ്സ് ഫോർ സർവീസ്, ശുശ്രൂഷ. ഈശോ വളരെ അസന്നിഗ്ധമായിട്ട് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഞാൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, മറിച്ച് ശുശ്രൂഷിക്കാനും ഒരു മോചന ദ്രവ്യമായി എന്നെ തന്നെ നൽകാനും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഈ പരസ്പരം നൽകൽ, ഈ പരസ്പര ശുശ്രൂഷ എപ്പോഴും ഉണ്ടായിരിക്കണം. ഇത് നിങ്ങൾ രണ്ട് വ്യക്തികൾക്കും അപ്പുറത്തേക്ക് രണ്ട് കുടുംബങ്ങൾ ഒന്നാവുകയാണ്, രണ്ട് സംസ്കാരങ്ങൾ ഒന്നാവുകയാണ്. ഈ സംസ്കാരം ഒന്നാകുമ്പോൾ തീർച്ചയായിട്ടും പരസ്പരം ശുശ്രൂഷ മനോഭാവത്തോടെ ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. നസ്രത്തിലെ തിരുക്കുടുംബത്തെ പഠിപ്പിക്കുന്നതാണ് മക്കളെ. വിശുദ്ധ യോസേപ്പിതാവും പരിശുദ്ധ അമ്മയും പരസ്പരമുള്ള ആ ഒരു ശുശ്രൂഷ ജീവിതം എപ്രകാരമാണ് നയിച്ചതെന്ന ആ ഒരു വലിയ മാതൃക നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾക്ക് വഴിയാക്കിയാകട്ടെ. അവസാനമായി സി അറിയാവോ? ഊഹിക്കുക. കല്യാണം കഴിച്ച് 10-30 വർഷമൊക്കെ കഴിഞ്ഞ സഹോദരങ്ങളില്ലേ, നിങ്ങൾക്ക് പറയാമോ എന്താ ഈ സി? അത് മറ്റൊന്നും സി സ്റ്റാൻഡ്സ് ഫോർ ചർച്ച്, സഭ. പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ ഏറ്റവും അധികം അവമാനിക്കപ്പെടുന്നതും പാടിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതുമായ യാഥാർത്ഥ്യമാണ് തിരുസഭ. സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. മക്കളെ, ഇന്ന് നിങ്ങൾ ഒന്നാകുന്നത് ഈ സഭയുടെ കൂദാശയിലൂടെ. നിങ്ങളുടെ ജീവിതം നിങ്ങൾ കരുപ്പിടിപ്പിക്കേണ്ടത് ഈ സഭയോട് ചേർന്ന്. കാരണം ഈ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടുംബം. കുടുംബമില്ലെങ്കിൽ സഭയിൽ ഈ സഭാത്മകമായ ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത്.
വലിയ നിങ്ങൾ ഈ PSC പരീക്ഷ പാസ്സാകുമ്പോഴാണ് കർത്താവ് നിങ്ങൾക്ക് നിത്യ ജീവന്റെ ആ മഹത്വത്തിന്റെ കിരീടം സമ്മാനമായി നൽകി. ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഇന്ന് വിവാഹത്തിന് ശേഷം തീർച്ചയായിട്ടും കുറേ ഭാഗത്തിൽ വിശ്വസിക്കുക. പുതിയ കുടുംബത്തിൽ കതിരൊഴുകുന്നു. തിരുസഭ വിജയത്തിൽ തൊടുകൂടി അറിയുന്നു. തിരുസഭ വിജയിക്കുന്നത് കുടുംബം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബം പോലെ വിശുദ്ധമാകട്ടെ എന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധരായ മക്കൾക്ക് ജന്മമുണ്ടാകട്ടെ എന്ന് ഈ മുറിയിലെ എല്ലാ വൈദികളുടെയും പേരിൽ, പ്രത്യേകിച്ച് ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട വിപിനച്ചന്റെ പേരിൽ, വിപിനച്ചനോട് ഈ കുടുംബത്തോടുള്ള സ്നേഹമാണ് ഇത്രമാത്രം വൈദികരെ ഈ ദേവാലയത്തിൽ നിന്ന് വരുവാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സഭയുടെ നാമത്തിൽ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് രണ്ട് മക്കൾക്ക് ജന്മം നൽകിയവരെ വിശ്വാസത്തിൽ വളർത്തി ഒരു പുതിയ കുടുംബത്തിന് വേണ്ടി അവരെ ഒരുക്കിയത് നിങ്ങളുടെ ത്യാഗപൂർണമായ ജീവിതമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് തുടർന്നും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മരിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയെ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഇവനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികൾ ആണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ കൈകളോടുകൂടെ കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവായ ഈശോ മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്നേക്കും.
തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിൻ്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിനും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നേക്കും. കൃപാവരത്തിൻ്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അനുകരിക്കുന്ന കാരുണ്യവാനായ കർത്താവ് ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിൻ്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവെ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ വസ്ത്രമണിയാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. പിതാവും കന്യാംബികയും ഓമൽ സുതനാമീശോയും. കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏക മനസ്സോടെ ജീവിച്ച് കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരുടെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ അവിടുന്ന് നിങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ, അപ്പത്തിൻ രൂപത്തിൽ എന്നിൽ ആഗതനാകുമെന്നീശോ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. അണയേണമേ എൻ്റെ ഉള്ളിൽ, അതുമാത്രം ഞാൻ കൊതിപ്പൂ. വാവായൻ സ്നേഹനാഥ, വാവായൻ യേശുനാഥ, വാവായൻ സ്നേഹനാഥ, വന്നു വസിച്ചിടുകെന്നിൽ, നിൻ സ്നേഹമെന്നിൽ നിറയ്ക്കൂ. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അങ്ങൻ്റെ ഉള്ളത്തിൽ വന്നാൽ അരുതാത്തതെല്ലാം അകലും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. അരുളുന്ന മൊഴികൾ കേട്ടൻ അകതാരിൽ ശാന്തി നിറയും. ഇവർക്ക് വേണ്ടി ഹൃദയം പ്രാർത്ഥിക്കുവാനായി നമ്മളോടൊപ്പം വന്നിരുന്നു. മറ്റൊരവസരം കിട്ടിയില്ലാത്തതുകൊണ്ട് മാത്രം ഈ അവസരം ഉപയോഗിക്കുകയാണ്. നമുക്കറിയാം, സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു തിങ്കളാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. പല സ്കൂളുകളിലും അതുപോലെ മറ്റ് സ്ഥാപനങ്ങളിലും അതോടൊപ്പം അതേപോലെ തന്നെ ഉത്തരവാദിത്തമുള്ള വലിയ ഇൻചാർജുകളും വലിയ ഉത്തരവാദിത്തമൊക്കെയുള്ള അച്ഛന്മാരാണ്. നമുക്ക് വേണ്ടി ഇന്നേ ദിവസം എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മളോടൊത്ത് ഒപ്പം വരികയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത അച്ഛന്മാരെ ജസ്റ്റ് പരിചയപ്പെട്ട ഒത്തിരി സമയം എടുക്കുകയില്ല. കാരണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട്. അതോടൊപ്പം എല്ലാവരും വിശന്ന് വന്ന് എനിക്ക് തുടങ്ങി മുഖം കാണുമ്പോഴായി അവർ അവസരക്ഷയൊക്കെ ആയി തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരുടെ പേര് കാര്യങ്ങൾ പറഞ്ഞത് ഫാദർ പോലെ കൂടിയായ അച്ഛൻ പ്രിയപ്പെട്ട അപ്പോസ്തലനാണ്. കേരള പോലീസിന്റെ പ്രിയപ്പെട്ട അപ്പോസ്തലനാണ്. അതോടൊപ്പം ഇവിടെ ഒരു ജ്ഞാന കേന്ദ്രത്തിന്റെ ജ്ഞാനഗുരുവൊക്കെയാണ്. വളരെ തിരക്കേറിയ അച്ഛനാണ് നമുക്ക് വേണ്ടി പ്രസംഗം പറഞ്ഞത്. നമ്മളെ പുതിയ ദമ്പതിമാരെ എങ്ങനെ മുന്നോട്ട് ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. നമ്മളോട് വളരെ സ്നേഹവും അതോടൊപ്പം നമുക്ക് വേണ്ടി പല
അഡ്മിനിസ്ട്രേറ്റർ അച്ഛനാണ്. അച്ഛനോട് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതോടൊപ്പം ബെന്നി കരോളിന്റെ അച്ഛനും ആഗ്രയിൽ നിന്ന് വന്നതാണ്. അവിടെ ഒരു ഇടവകയുടെ ഇൻചാർജൊക്കെയായിട്ട് തിരക്കേറിയ മനുഷ്യനാണെങ്കിലും നമുക്ക് വേണ്ടി ആഗ്രയിൽ നിന്ന് ഈ ദിവസം ഒരാഴ്ച കഴിഞ്ഞാണ് അച്ഛൻ അവധി എടുത്തത്. ഞാൻ പറഞ്ഞപ്പോൾ ആ ഡിഗ്രി ക്യാൻസൽ ചെയ്ത് ഒരാഴ്ച മുമ്പ് തന്നെയായി. പിന്നീട് നമുക്ക് മറ്റുള്ള അച്ഛന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രൊവിൻസാണ്. ഞാൻ ബാംഗ്ലൂർ പ്രൊവിൻസാണ് വർക്ക് ചെയ്യുന്നത്. എന്നാലും മറ്റു പ്രൊവിൻസിൽ നിന്ന് അല്ലെങ്കിൽ കേരള പ്രൊവിൻസിൽ നിന്ന് നമ്മളുള്ള സ്നേഹം കൊണ്ട് മാത്രം ഇന്നത്തെ തെരുവുകളെല്ലാം മാറ്റി വെച്ച് വന്ന അച്ഛന്മാരാണ് മറ്റു അച്ഛന്മാർ. അത് സുരേഷ് മാർപ്പാട് അച്ഛൻ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. ഒരു CBSE സ്കൂളിൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂളിൻ്റെ പ്രിൻസിപ്പൽസിനാണ്. എന്നിട്ടും ഇന്ന് എന്നോട് പറഞ്ഞത് ഇന്ന് പരീക്ഷയ്ക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വരാറുള്ളൂ. ആ പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ വരെ ഡ്യൂട്ടി കിട്ടിയില്ല. അതുകൊണ്ട് അച്ഛൻ നമ്മളോടൊപ്പം ചേർന്നു. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ പഠിച്ചിരുന്ന കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ച അച്ഛനാണ്. താങ്ക് യു. അതോടൊപ്പം ജോമോനസിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ജോമോനസൻ ഈ ഇടവക്കാരായിരുന്നു. ഈ അടുത്ത കാലങ്ങളിലാണ് ഇവിടെ നിന്ന് മാറി താമസിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും പരിചയമുള്ള ജോമോനസിനോട് പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം സുരേഷിന്റെ കൂടെ വന്ന മറ്റൊരച്ഛനാണ്. ഇതേ സ്കൂളിൽ നിന്ന് തന്നെ വന്ന അച്ഛനാണ് ജിജോ പുള്ളിക്കുന്ന അച്ഛൻ. അച്ഛനോട് വളരെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ ജുബിൻ മുത്തച്ഛൻ, സെബിൻ തടിയിൽ പഠിപ്പിച്ചച്ഛൻ, ജിബിൻ കാവൂർ, ഇവരൊക്കെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്ന് വന്ന അച്ഛന്മാരാണ്. പ്രൊവിൻഷ്യൽ ഹൗസിൽ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. എന്നാലും നമ്മൾ ഈ ദിവസത്തെ പരിപാടിക്ക് വേണ്ടി സമയം മാറ്റി വന്ന് ശ്രദ്ധയിലെ 3 അച്ഛന്മാരെയും ക്ലാസ്സുകാരോട് നന്ദി പറയുന്നു. അതോടൊപ്പം വന്ന അച്ഛനാണ് ജോസ് പുതുക്കാരൻ. തിരുവനന്തപുരത്ത് പാവപ്പെട്ട ആൾക്കാരായാലും വയസ്സായവരെ ഒക്കെ നോക്കുന്ന വലിയ ഒരു സെന്ററിന്റെ ഡയറക്ടറാണ്. അച്ഛനോട് നേരത്തെ പറഞ്ഞിരുന്നു വരാതിരിക്കരുത്. അതുപോലെ തന്നെ അച്ഛനും നമ്മളോടൊപ്പം ഈ വേദിയിൽ പങ്കുചേർന്നു. പിന്നെ നമുക്ക് എപ്പോഴും പരിചിതരായിട്ടുള്ള 2 അച്ഛന്മാർ, ഒന്ന് ജോൺ കാർഡനസ് അച്ഛന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്കൂൾ വർക്കിംഗ് ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വരെ ഇപ്പോൾ കുറച്ച് മുമ്പേ വിവാഹം കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു പോവുകയും ചെയ്തു. വർക്കിൻ്റെ കാര്യങ്ങൾ അവിടെ നിന്ന് മാറി നിർത്താൻ പറ്റാത്തതിനാണ് അച്ഛൻ പോയത്. അച്ഛനെയും ഈ നിമിഷം ഓർക്കുന്നു. പിന്നീട് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരാളാണ് നമ്മുടെ വികാരിച്ചാണ്. എന്ത് കാര്യത്തിലും എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാൽ എപ്പോഴും നമ്മോട് സഹകരിക്കുന്ന അച്ഛനാണ് ജേക്കബ് അച്ഛനെയും സ്നേഹപൂർവ്വം കുരിശുകാരനെ ഓൾറെഡി പറഞ്ഞതെന്ന് ഞാൻ വിട്ടുപോയത് തോന്നുന്നു. എന്നോട് അച്ഛനെ വിളിക്കുന്ന കാര്യം പറഞ്ഞത് നമ്മുടെ മര്യാദ തന്നെയാണ്. അച്ഛനെ അറിയാം, അച്ഛനെ വിളിക്കാതിരിക്കില്ല. എങ്കിലും അവർക്കൊക്കെ വളരെ പരിചിതമായിട്ടുള്ള ഒരു അച്ഛനാണ് കുരിശുകാരൻ. അച്ഛനെ പല വേദികളിൽ ചാർജ് അതോടൊപ്പം മറ്റ് യൂട്യൂബിലൊക്കെ പാട്ടുപാടി ഒക്കെ നമുക്ക് പരിചയമുള്ള അച്ഛനാണ്. അതിനേക്കാൾ ഉപരി നമ്മുടെ ക്വസ്റ്റ്യനായിട്ട് ഈ ഇടവകയിൽ ചെയ്യുന്ന അച്ഛനാണ്. ഇന്ന് ശാലക്കുടിയിൽ ഷൂട്ടിലെ വരാമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് അത് മാറ്റി വെച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നേ ദിവസം അതായത് എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ തിരക്കുള്ള അച്ഛന്മാരാണ്. ആരും നമ്മുടെ അടുത്തുനിന്ന് അയൽവക്കത്ത് നിന്ന് വന്ന അച്ഛന്മാരില്ല. എല്ലാവരും വളരെ ദൂരത്ത് നിന്ന് വന്ന അച്ഛന്മാരാണ്. അതുകൊണ്ട് അവരുടെ ത്യാഗത്തിനും സമർപ്പണത്തിനും അതോടൊപ്പം നമുക്ക് വേണ്ടി ഓരോരുത്തർക്കും പ്രത്യേകിച്ച് നവദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന്മാരോട് ഏറ്റവും സ്നേഹത്തോടെ വളരെ നന്ദി അറിയിച്ചു. ഇവരെ
to the midnight sun. The wheels go round and round, you're on my mind. Restless hearts sleep alone tonight, sending all my love along the wire. They say that the road ain't no place to start a family. Right down the line, it's been you and me. And loving and music, man, ain't always what it's supposed to be. Oh, girl, you stand by me. I'm forever yours, faithfully. Circus life under the big top world. We all need the clowns to make us smile. Through space and time, always another show. Wondering where I am, I'm lost without you. And being apart ain't easy on this love affair. Two strangers learn to fall in love again. I get the joy of rediscovering you.